കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ്, എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് പഴുത്ത തക്കാളിയാണ് വേണ്ടത്. നന്നായി പഴുത്ത തക്കാളി വേണം. പച്ചത്തക്കാളി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് പഴുത്ത തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് തക്കാളി കഴുകി വൃത്തിയാക്കിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. കൂടുതൽ കട്ടി വേണ്ട, എന്നാൽ വളരെ നൈസും ആവണ്ട കേട്ടോ. ഇതേപോലെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാം. പുളി കുറവുള്ള തക്കാളി ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്, പാം ഓയിലായാലും കുഴപ്പമില്ല. നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഓരോന്നായിട്ട് പാനിലിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ടിട്ട് വേണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ. കൂടുതൽ വെന്ത് അങ്ങ് അളിഞ്ഞൊന്നും പോകണ്ട. ഓരോന്നായിട്ടിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കൂടുതലൊന്ന് ആവണ്ട. പുളി കുറവുള്ള തക്കാളി തന്നെ ആയിരിക്കണം. കുറച്ച് ഫ്ലഷൊക്കെയുള്ള നല്ല കട്ടിയുള്ള തക്കാളിയില്ലേ, അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയുടെ അഭിപ്രായം കൂടി പറയണം. കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇതേപോലെ സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് സവോള ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. നമ്മൾ തക്കാളി ഫ്രൈ ആക്കിയിട്ടില്ലേ, അതേപോലെ തന്നെ 2 ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. കൂടുതലാവണ്ട കേട്ടോ, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. ഫ്രൈ ആക്കി വെച്ച തക്കാളിയുടെ കൂടെ ഇതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ റൗണ്ട് ആയിട്ട് വന്നോട്ടെ കേട്ടോ. കുറച്ച് തിക്കായിട്ട് ഇരുന്നോട്ടെ, കൂടുതൽ നൈസായിട്ട് വേണ്ട. തക്കാളിയും ഉള്ളിയും റോസ്റ്റിന് വേണ്ടി റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് തക്കാളി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരല്പം നല്ല ജീരകം, ചെറിയ ജീരകല്ലേ, അത് ഇട്ട് കൊടുക്കണം. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് പൊട്ടി വരട്ടെ. സിമ്മിലിട്ട് വേണം കേട്ടോ നമുക്കിതൊക്കെ ചെയ്യാൻ. ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പീസ് ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. റൗണ്ടായിട്ട് ഇതേപോലെ കനം കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. എരിവ് കുറവായതുകൊണ്ട്, ചെറിയ മുളകായതുകൊണ്ട് 2-3 ഒക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിത് സിമ്മലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ അല്പം ചേർത്തിട്ടേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം, നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഇതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ റോസ്റ്റിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. കൂടുതലങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവോള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതലങ്ങ് ബ്രൗൺ കളർ ആവണ്ട, വെന്തങ്ങ് അരിഞ്ഞും പോണ്ട. കുറച്ച് കടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഈ റോസ്റ്റിലേക്ക് നല്ലത്. കുറച്ച് തിക്കായിട്ട് എന്നാൽ വേവണം, പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ചേർത്തു. തക്കാളിയുടെ ഉള്ളിയുടെ അളവിനനുസരിച്ച് സോസിൻ്റെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. ഞാൻ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് സോയാ സോസ് 1 സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതും തക്കാളി ഉള്ളിയും കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം.
എന്നാലാണ് ആ ടേസ്റ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് കിട്ടുക. തക്കാളി റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടണമെങ്കിൽ ഈ അളവ് കറക്റ്റായിരിക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സിമ്മിലിട്ടിട്ട്, കൂടുതൽ ഉള്ളിയും എല്ലാം ഒന്ന് വെന്തരിഞ്ഞൊന്നും പോകണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു നോക്കൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ ഈ പൊടിയുടെയൊക്കെ. സിമ്മിലിട്ടിട്ട് ചെയ്യണം. പൊടിയൊന്നും കരിയാനൊന്നും പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ നല്ല പഴുത്ത് പെട്ടെന്നങ്ങ് അലിഞ്ഞു പോകുന്നതുകൊണ്ട് അധികം ഒന്നും വേണ്ട കേട്ടോ. ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കണം. എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ, ജീരകമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, സോസുകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് ഇതൊക്കെ ചേർന്ന് വരുമ്പം നല്ലൊരു രുചിയാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. ഇത്രയും മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള തക്കാളിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. ഞാനൊരല്പം കുരുമുളക് ചതച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. തക്കാളി ഇതിലേക്ക് ചേർത്തു. നല്ല പഴുത്തായ കൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. റോസ്റ്റിലൊക്കെ ഇതേപോലെ കിടക്കുന്നതായിരിക്കും നല്ലത്. അതിങ്ങനെ കുഴച്ചെടുത്ത് കഴിക്കുമ്പം, ചോറിനൊക്കെ ചേർത്ത് കഴിക്കുമ്പം സൂപ്പർ ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലകളൊക്കെ ഇതിലേക്ക് മൊത്തമായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. തക്കാളിയൊന്നും കുത്തി ഉടയ്ക്കാതെ സോസൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. വേണമെങ്കിൽ അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.